സ്വലാത്ത് പ്രശ്നങ്ങളുടെ പരിഹാരമല്ലയോ? ഇദൻ യക്ഫീക ഹമ്മുദ് ദുനിയാ വഹമ്മുൽ ആഖിറ ഖാല റസൂലുള്ളാഹി. ദുനിയാവിലെ ആഖിറത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് സ്വലാത്ത്. അതുകൊണ്ട് തന്നെ സ്വലാത്ത് ധാരാളം ചൊല്ലാൻ വേണ്ടിയാണ് അവിടുന്ന് നമ്മോട് നിർദ്ദേശിച്ചിട്ടുള്ളത്. അക്സിറൂ മിനസ്വലാത്തി അലയ്യ, നിങ്ങൾ എൻ്റെ മേൽ ധാരാളം സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക. സ്വലാത്ത് വർദ്ധിപ്പിക്കുന്ന ആളുകൾക്ക് ഖബറിൽ പ്രകാശമായിട്ട് ആ സ്വലാത്ത് കൂട്ടിനുണ്ടാകുമെന്ന് ഫഇന്ന സ്വലാത്ത അലയ്യ നൂറും ഫിൽ ഖബ്രി ഖാല റസൂലുള്ളാഹി. അവിടെന്ന് പറഞ്ഞിട്ടുണ്ട്, ഇന്ന ഔലന്നാസി ബി യൗമൽ ഖിയാമത്തി അക്തറുഹും അലയ്യ സ്വലാ. ആര് സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നോ അവരും തങ്ങളും വലിയ ബന്ധത്തിലെന്ന് ഖാല റസൂലുള്ളാഹി. സ്വലാത്ത് തങ്ങളുടെ മദ്ഹാണ്. തങ്ങളെ മദ്ഹ് ഏത് രൂപമാണ്. കാരണം അള്ളാഹു നിർവഹിക്കുന്ന വിഷയല്ലേ, മലായികത്ത് നിർവഹിച്ചു കൊണ്ടേയിരിക്കുന്ന വിഷയല്ലേ. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. അള്ളാഹുവും അവൻ്റെ മലായികത്തും നിർവഹിച്ചു കൊണ്ടേയിരിക്കുന്ന സ്വലാത്ത്, വിശ്വാസി ജനങ്ങളോട് ചൊല്ലാൻ ആജ്ഞയുള്ള ആ ശ്രേഷ്ഠമായ വലിയ പുണ്യമുള്ള ഒന്ന്, അത് അസ്വലാത്തു അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾ സ്വലാത്ത് ചൊല്ലിയാൽ അതിൻ്റെ ശ്രേഷ്ഠത എന്താണ്, അതിൻ്റെ മഹത്വം എന്താണ്? ഇത്വാഅത്തുൽ ലി അംരിഹി വത്തിബാഉൽ ലി ഫിഅലിഹി. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ കൽപ്പന അംഗീകരിക്കലോടുകൂടെ റബ്ബിന്റെ പ്രവർത്തനത്തെ ഇത്തിബാ ചെയ്യുക എന്ന വലിയ കാര്യം സ്വലാത്തിലുള്ളതിനാൽ സ്വലാത്ത് പോലെ മഹത്വമുള്ള മറ്റൊന്നില്ല. അതുകൊണ്ടാണ് നിയ്യത്തില്ലാതെ സ്വീകരിക്കപ്പെടുന്ന ഒരേ ഒരു അമൽ അത് അസ്വലാത്തു അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ നാം ചൊല്ലുന്ന സ്വലാത്തുകളാണ്. ആ സ്വലാത്തിന്റെ മദ്ഹിന്റെ മഹബ്ബത്തിന്റെ ഒരു വലിയ മജ്ലിസാണ് നമ്മുടെ ഈ മഹനീയ സംഗമം. അള്ളാഹു കബൂലാക്കി തരട്ടെ. പല പ്രാവശ്യം തങ്ങളെ യഖ്ളത്തിലും മനാമിലും അസ്ഹാബ് പ്രശംസിച്ച അജ്മലുൽ ഖൽഖായ തങ്ങളെ കാണാൻ ഈ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കണം റഹ്മാനെ. ഇമാം സൈനുദ്ദീൻ മഖ്ദൂം റഹിമഹുല്ലാഹ് ഫതുഹുൽ മുഈനിന്റെ തുടക്കത്തിൽ എഴുതി വെച്ചു, വ അവ്വലു വാജിബിൻ അലൽ ആബായി തഅലീമുഹു അന്ന നബിയനാ മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിമക്ക വദുഫിന ഫിൽ മദീന. അതെ, മുമയ്യിസായ വകതരവെത്തിയ കുട്ടികൾക്ക് അവിടെ കാണാം ഹത്താ അലൽ അംരി ബിസ്സലാ, നിസ്കാരം കൊണ്ട് കൽപ്പിക്കുന്നതിനേക്കാൾ ആദ്യമായിട്ട് വകതരവെത്തിയ കുട്ടികൾക്ക് രക്ഷകർത്താക്കൾക്ക് പഠിപ്പിക്കൽ, തഅലീം ചെയ്യൽ, വാജിബായ ലാസിമായ നിർബന്ധമായ വിഷയം അത് റഹ്മത്തുൽ ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചുള്ള വിവരണങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാനാണ്. അതാണ് അത്രയും തങ്ങളുമായിട്ടുള്ള ആ അഭേദ്യമായ ബന്ധം. അത് ജീവിതത്തിന്റെ വലിയ ഘടകമാണ്. അത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കാൻ അത് വലിയ കാരണമാണെന്ന് മാത്രമല്ല, അത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ്. അതില്ലേ എന്നാൽ അവന്റെ ഈമാൻ കമാലിയത്തില്ല, അവന്റെ ഇസ്ലാം അത് കമാലിയത്തുള്ള ഇസ്ലാമല്ല. ഇസ്ലാം ഉൾക്കൊള്ളാൻ, ഈമാൻ ഉൾക്കൊള്ളാൻ, തങ്ങളെ മഹബത്ത് അത് പൂർണ്ണമായ നിലക്ക് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ മഹാന്മാരാണ് അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്ഹാബിന് ദറജ കിട്ടിയത്, ഉലമാഇന് ഖബൂൽ കിട്ടിയത്, ആരിഫീങ്ങൾക്ക് മഖാം കിട്ടിയത്, ഔലിയാഇന് റിഫഅത്ത് കിട്ടിയത് ഒരേ ഒരു കാരണം കൊണ്ടാണ്, മഹബ്ബത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ശറഫുള്ളവരായി നാം പറയുന്നത് അംബിയാഇനെ കഴിഞ്ഞാൽ അലൈഹിം സ്വലാത്തു വസ്സലാം ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ശറഫുള്ളവർ ആരാണ്? ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ആണ്. കാരണം സിദ്ദീഖ് തങ്ങളുടെ ആ മഹബ്ബത്ത് അത് പരിധി നിശ്ചയിക്കാൻ പറ്റാത്ത നിലക്കാണ്. ആ ഹബ്ബിലായി ഇഷ്ഖിലായി ജീവിതം ലയിച്ച മഹാനാണ് സിദ്ദീഖ് തങ്ങളുടെ ഹബ്ബിനോളം ഇഷ്ഖിനോളം മറ്റൊരാളുടെയും ഹബ്ബും ഇഷ്ഖും അത് എത്തുകയില്ല
അത്രത്തോളം കമാലിയത്താണ് മഹാനവറുകളുടെ ഇഷ്കിനും ഹബ്ബിനും. അതുകൊണ്ട് തന്നെ അമ്പിയാക്കളെ കഴിഞ്ഞാൽ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ മഹത്വമുള്ളവരായിട്ട് റഹ്മത്തുൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാഴ്ത്തി പറഞ്ഞവരാണ് സിദ്ദീഖ് തങ്ങൾ. ഓർ തൗറിൽ പാമ്പിന്റെ കടി കൊണ്ടിട്ട് സ്വന്തം ശരീരത്തിൽ നിന്ന് അനിയന്ത്രിതമായും കണ്ണുനീര് തങ്ങളെ മുഖത്തേക്ക് വിശ്രമിക്കുന്ന തങ്ങളെ മുഖത്തേക്ക് എത്തിയപ്പോഴും സ്വന്തം കാര്യം ചിന്തിക്കാതെ, സ്വന്തത്തിന്റെ ഒരു പരിഭവമില്ലാതെ, സ്വന്തത്തിനെ മറന്നുകൊണ്ട് എന്റെ ജീവൻ നഷ്ടപ്പെട്ടാലും എനിക്കത് കാര്യമല്ലെന്ന നിലക്ക് തങ്ങളെ ഉറക്ക് ഉണർന്നത്, റസ്റ്റിന് ഭംഗം വന്നത്, അഫ്വൻ യാ റസൂലല്ലാഹ്, എന്നോട് ക്ഷമിക്കണേ നബിയെ, അവിടുത്തെ റെസ്റ്റ് എടുക്കുന്നതിന് ഉറക്ക് ഉണർന്നതിന് അത് പ്രയാസമായി പോയോ? ഈ സിദ്ദീഖിന് അത് സഹിക്കാൻ പറ്റില്ല, എനിക്കത് ചിന്തിക്കാൻ പറ്റില്ല. വലിയ നിലക്ക് ആ മഹബത്ത്, ആ ഇഷ്ക് അതങ്ങ് ലയിച്ചു. അതുകൊണ്ട് തങ്ങൾ പറഞ്ഞു, അവ്വലു മൻ ആമന ബി അബൂബക്കർ, അവ്വലു മൻ സദ്ദഖനി അബൂബക്കർ, അവ്വലു മൻ ദഖലൽ ജന്ന അബൂബക്കർ. എന്നെ കൊണ്ട് ആദ്യം വിശ്വസിച്ച് സ്വർഗത്തിൽ എൻ്റെ സമുദായത്തിൽ നിന്ന് ആദ്യമായി സ്വർഗപ്രവേശം നടത്തുന്നത് എൻ്റെ പ്രിയപ്പെട്ട സിദ്ദീഖുൽ അക്ബർ എന്ന് ഖാല റസൂലുള്ളാഹി. ആ ഇഷ്ക്, ഹബ്ബ് അത് ദുനിയാവിലെ ആഖിറത്തിന്റെ വിജയത്തിന്റെ നിദാനമാണ്. ആശിഖീങ്ങൾ അങ്ങനെയാണ് നമുക്ക് പറഞ്ഞു തന്നത്. അതെ, ഹബ്ബുൻ നബിയ്യി വമദ്ഹുഹു ഖൈറുൽ അമൽ, അമാലുകളിൽ ഏറ്റവും മഹത്വമുള്ള അമൽ അത് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കലാണ്, ആ തങ്ങളെ മദ്ഹ് ചെയ്യലാണ്. ആ സ്നേഹ മദ്ഹ് ദോഷങ്ങൾ പൊറുക്കാൻ അത് കാരണമാണ്. ദിക്റുൽ അംബിയാ ഇബാദ ഖാല റസൂലുള്ളാഹ്, അംബിയാക്കളെ ബഹുമാനം പറയൽ അത് ഇബാദത്താണെന്ന് തങ്ങൾ പറയാണ്. ദോഷങ്ങൾ പൊറുക്കാൻ കാരണമാണ്, രോഗങ്ങൾ സുഖപ്പെടാൻ കാരണമാണ്, കടങ്ങൾ വീടാൻ അത് കാരണമാണ്, ബുദ്ധിമുട്ടുകൾ നീങ്ങിക്കിട്ടാൻ അത് കാരണമാണ്. അവസാനം തങ്ങളെ കണ്ട് തപസ്സുമിലായി കലിമ ചൊല്ലി പിരിയാൻ ആഗ്രഹിക്കുന്ന മുസ്ലിമീങ്ങളുണ്ടോ? തങ്ങളെ മദ്ഹ് അതിന് പരിഹാരമാണ്. ഖബറിൽ രക്ഷപ്പെടാൻ, ഹൗദുൽ കൗസർ വാങ്ങിക്കുടിക്കാൻ, അർശിന്റെ തണൽ ലഭിക്കാൻ, അവിടുത്തെ ജിവാറിൽ സ്വർഗത്തിൽ ചാൻസ് കിട്ടാൻ, അതൊക്കെ മദ്ഹ് അത് കാരണമാണ്. മഹബത്ത് അതിനുള്ളതാണ്. വെറും നിസ്കാരം കൊണ്ടോ സകാത്ത് കൊണ്ടോ നോമ്പ് കൊണ്ടോ ഹജ്ജ് കൊണ്ടോ മാത്രം രക്ഷപ്പെടാൻ പറ്റില്ല. അതെല്ലാം നിർവഹിക്കലോടുകൂടി, അതെല്ലാം നിലനിർത്തലോടുകൂടെ റഹ്മത്തുൽ ആലമീനായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അകമഴിഞ്ഞ് സ്നേഹിക്കാനും ആ സ്നേഹം നിലനിർത്താനും പറ്റണം. സ്വഹാബത്ത് അങ്ങനെ ജീവിച്ച മഹാന്മാരാണ്. അതുകൊണ്ടാണ് ഖുർആൻ അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ബഹുമാനം പറഞ്ഞത്, ആമിനു കമാ ആമനന്നാസ്, നിങ്ങൾ അന്നാസാകുന്ന സുഹാബു റസൂലില്ലാഹി അവര് വിശ്വസിച്ചതുപോലെ വിശ്വസിക്കണം. സ്വഹാബത്ത് ഉൾക്കൊണ്ടതുപോലെ, സ്വഹാബത്ത് പ്രാവർത്തികമാക്കിയതുപോലെ ഉൾക്കൊള്ളാനും പ്രാവർത്തികമാക്കാനും സ്നേഹിക്കാനും നമുക്ക് പറ്റിയാൽ നമുക്ക് രണ്ട് ലോകത്തും വിജയം കൈവരിക്കാൻ പറ്റും. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് ആ മഹാന്മാരായ അസ്ഹാബിലൂടെ, ബഹറുൽ ഉലൂമുകളായ മുജ്തഹിദുകളായ അയിമ്മത്തുകളിലൂടെ, പരിശുദ്ധ ഖുർആനിന്റെ മുഫസ്സിറുകളിലൂടെ, അഖീദയുടെ ഉലമായിലൂടെ നമ്മിലേക്ക് കൈമാറി കിട്ടിയ സത്യപ്രസ്ഥാനമാകുന്ന അഹ്ലു സുന്നത്തി വൽ ജമാഅ, ആ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറച്ച് ചെറിയ കാല ആയുസ് അല്ലാഹുവിന് തഖ്വ ചെയ്ത് തങ്ങളെ മഹബത്തിലായി ഇഷ്ഖിലായി സമർപ്പിക്കാൻ നമുക്ക് പറ്റണം. കള്ളം പറയാതെ, ഗൈബത്ത് പറയാതെ, ഫിതന ഉണ്ടാക്കാതെ, ഫസാദ് ഉണ്ടാക്കാതെ, സുന്നത്ത് ജമാഅത്തിന്റെ ഒരൊറ്റ ആലിമീങ്ങളെയും ഗ്രൂപ്പിസത്തിന്റെ പേരിലും അല്ലാതെയും കുറവാക്കി പറയാതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബ്ലഡ് രക്തം ശരീരത്തിൽ നടക്കുന്ന മഹാന്മാരായ സയ്യിദന്മാർ ഒരു തങ്ങന്മാരെയും കുറവാക്കണ്ട. അത് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കത് സഹിക്കില്ല. തങ്ങൾക്ക് സഹിക്കാത്തത് അള്ളാഹു പൊറുക്കുമോ? നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കണ്ട, വർഗീയ തീവ്രവാദ ഭീകരവാദ വിഷയങ്ങളിൽ അകപ്പെടണ്ട, നാടിന്റെ സമാധാനം കെടുത്തുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണ്ട, ലഹരിയുമായിട്ട് ഇടപെടണ്ട, വ്യഭിചാര പ്രവർത്തനങ്ങളിൽ അകപ്പെടണ്ട, പലിശയുമായിട്ട് ബന്ധപ്പെടണ്ട, ഒരൊറ്റ വക്ത് നിസ്കാരം ഖളാ ആക്കണ്ട. പരമാവധി സുന്നത്തുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് ചെറിയ കാല ആയുസ് അഹ്ലു സുന്നയുടെ ഖിദ്മയിൽ തങ്ങളെ മഹബത്തിലായി സമർപ്പിക്കാൻ നമുക്ക് പറ്റണം. ഈ ശ്രേഷ്ഠമായ മജ്ലിസ് റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് ഖബൂലാക്കണം റഹ്മാനേ.